അരുൺ ശങ്കർ, ഈ നീണ്ട നിര ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ആശങ്കയുണ്ട്. കൃത്യസമയത്തിനുള്ളിൽ പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളത്. പക്ഷേ എങ്ങനെയാണെങ്കിലും അത് പൂർത്തിയാക്കിയേ മതിയാവൂ. 10 മണിക്കാണല്ലോ സംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ ആരംഭിക്കുക. അവിടെ ഖബറടക്കത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഖബറടക്കത്തിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പള്ളിപ്പറമ്പിൽ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ പൊതുദർശനം നീണ്ടു പോകാൻ കാരണം നൂറുകണക്കിന് ആളുകൾ ഈ 4 കുഞ്ഞുങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ നാട്ടിൽ നിന്നല്ല, മറ്റു നാടുകളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്ത്രീകൾ ഓടിയെത്തുകയാണ് ആ കുഞ്ഞുങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കാളിയാകുന്നതിന് വേണ്ടിയിട്ട്, അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോഴും ഈ ഹോളിൻ്റെ പുറത്ത് നൂറുകണക്കിന് ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ സമയം 9:40 അടുക്കുന്നു. 10 മണിക്കാണ് ഈ ഖബറടക്കം ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ 4 കുരുന്നുകളുടെയും മൃതദേഹം അല്പസമയത്തിനകം പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എത്രയും വേഗം തന്നെ 4 മൃതദേഹങ്ങളെയും കൊണ്ടുപോകും. ജുമാ നമസ്കാരത്തിന് മുമ്പ് തന്നെ പള്ളിയിലെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ 4 കുരുന്നുകൾ സൗഹൃദത്തിൽ ഒരുമിച്ച ആ 4 പെൺകുട്ടികൾ മരണത്തിലും ഒരുമിക്കുകയാണ്. അവർക്ക് ഖബറാണ് പള്ളിപ്പറമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. 4 പേരും ഒരേ ഖബറിലാണ് ഇനി അന്തി ഉറങ്ങാൻ പോകുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഒരുമിച്ചവർ മരണത്തിലും ഒരുമിച്ചിരിക്കുകയാണ്. അതിൻ്റെ ദുഃഖത്തിലാണ് ഈ ചെറുള്ളി ഗ്രാമവും അതോടൊപ്പം തന്നെ ആ 4 കുടുംബങ്ങളും. ആ 4 കുടുംബങ്ങൾക്ക് ഇതൊക്കെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാകട്ടെ. നാട്ടുകാരും വീട്ടുകാരും അതോടൊപ്പം തന്നെ മറ്റു ആളുകളുമൊക്കെ ആ കുടുംബത്തിന് പിന്തുണയായി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു ദുരന്തമാണ് ആ 4 കുടുംബങ്ങളെ കഴിഞ്ഞ ദിവസം തേടിയെത്തിയത്. ഒരു നിമിഷം കൊണ്ടാണ് ആ 4 കുരുന്നുകളുടെയും ജീവൻ പൊലിഞ്ഞത്. അതും ഇർഫാനയുടെ അമ്മയുടെ കാര്യമാണെങ്കിൽ സ്വന്തം മകളുടെ ജീവൻ പൊലിഞ്ഞ് നോക്കി നിൽക്കേണ്ടി വന്ന നിസ്സഹായ അമ്മയാണ് ഇർഫാനയുടെ അമ്മയെന്ന് പറയേണ്ടി വരും. കാരണം മകളെ പരീക്ഷ കഴിഞ്ഞു വന്ന മകളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അമ്മ സ്കൂളിനടുത്തേക്ക് പോയിരുന്നു. മകളെ അവിടെ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വരുന്ന മകളെയും കൂട്ടി ഡോക്ടറെ കാണാൻ പോകാമെന്നുള്ളതായിരുന്നു തീരുമാനം. അതിനനുസരിച്ച് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, അരുൺ, എന്തൊരു വിധിയാണിത്? ഇങ്ങനെ ഒരു വിധി ഒരു അമ്മയ്ക്ക് വരാമോ എന്നതാണ് ചോദ്യങ്ങൾ. എന്തൊക്കെയായാലും ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നവർ, സങ്കടപ്പെടുന്നവർ, കണ്ണീരൊഴുക്കുന്നവർ നമുക്കറിയാം. ഇന്ന് മലയാളികളുടെ സ്വീകരണ മുറികളിൽ എല്ലാവരും ദുഃഖത്തിലായിരിക്കും. മറ്റു ജോലികളിൽ ഏർപ്പെടുമ്പോൾ പോലും ഈ സങ്കടങ്ങൾ, അത് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുകയും ടെലിവിഷന് മുന്നിലിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയായിരിക്കും എന്നുള്ളത്. കാരണം ഇവരെല്ലാം നമ്മുടെ വീട്ടിലെ കൂടി അംഗങ്ങളാണ് എന്നൊരു തോന്നലിലാണ് എല്ലാവരും ഉള്ളത്. അങ്ങനെ മാത്രമേ നമുക്ക് കാണാനും കഴിയൂ എന്നതാണ്. ഒരുമിച്ച് ഒന്നായി ജീവിച്ച് വളർന്ന് പഠിച്ച് മുന്നോട്ട് വന്ന കുഞ്ഞുങ്ങളാണ് ആയിഷ, ഇർഫാന, റിദ, നിത, ഇത്രയും പേർ. ഒപ്പമുണ്ടായിരുന്നു വേറെയും ചില സുഹൃത്തുക്കൾ. പക്ഷേ മരണത്തിൽ ഇവർ 4 പേരുമാണ് ഒരുമിച്ചത്. അവരുടെ അന്ത്യയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നു. 4 പേരും കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിയിരിക്കുന്നു. ഇന്നലെ വരെ പേരെടുത്ത് വിളിച്ചാൽ ഓടി വന്നുകൊണ്ടിരുന്ന കുഞ്ഞുമക്കളാണ് ഇന്ന് ചേതനയറ്റ ദേഹങ്ങളായി അവരെ കൊണ്ടുവന്ന് അവിടെ കിടത്തിയിരിക്കുന്നത്. പറയൂ അരുൺ, തിരക്ക് എത്രത്തോളമാണിപ്പോൾ? ഇപ്പോഴും തിരക്ക് തന്നെയാണ്. ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഈ കരിമ്പനക്കൽ ഹാളിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. മോദി പറഞ്ഞതുപോലെ തന്നെ 4 കുഞ്ഞുങ്ങൾ സൗഹൃദത്തിൽ ഒന്നിച്ചവരാണ്. അവർ കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോയത് ഒരുമിച്ചായിരുന്നു. അവർ എപ്പോഴും സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതുമൊക്കെ ഒരുമിച്ചാണ്. ഈ 4 പേരുടെയും വീടുകൾ ഒരേ സ്ഥലത്താണ്. 500 മീറ്ററിൻ്റെയൊക്കെ ദൂരവ്യത്യാസമുള്ള 4 കുട്ടികളുടെ വീടുകൾ തമ്മിൽ. അവർ സ്കൂളിൽ മാത്രമല്ല വീടുകൾ വരുമ്പോഴും അല്ലെങ്കിൽ അവരുടെ നാടുകൾ വരുമ്പോഴും അവർ സുഹൃത്തുക്കളായി തന്നെ തുടർന്നിരുന്നു. കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്ക് പോയതായിരുന്നു. ആ പരീക്ഷകൾ കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ അവധിയൊക്കെ അവധിക്കാലം എങ്ങനെ ആഘോഷിക്കണം എന്നതൊക്കെ സംബന്ധിച്ച് അവർ തമ്മിൽ പല പദ്ധതികളുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. 10 ദിവസത്തെ അവധി കൂടുതൽ പരിപാടികൾ അല്ലെങ്കിൽ വിനോദ പരിപാടികളെക്കുറിച്ചൊക്കെ അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്തിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് വളരെ സന്തോഷകരമായി നിൽക്കുന്ന ആ നിമിഷത്തിലാണ് ഒരു ദുരന്തമായി ആ ലോറി അവർക്കിടയിലേക്ക് പാഞ്ഞു കയറിയത്. ആ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് തന്നെയാകും
ആ നിമിഷമാണ് അവരുടെ ജീവനും പൊലിഞ്ഞിട്ടുള്ളത്. ഈ സങ്കടപ്പെടുന്ന കാഴ്ചകളിൽ ഏറെ ശ്രദ്ധേയം എനിക്ക് തോന്നുന്നു ഈ കൂട്ടുകാരുടെ സങ്കടം തന്നെയാണ്. അവരെ കരഞ്ഞുകൊണ്ട് ഓടി വരികയായിരുന്നു ഈ ഓരോ വീടുകളിലേക്കും. കുറേ അധികം പേർ സ്കൂൾ യൂണിഫോമിൽ എത്തിയിട്ടുണ്ട്. അവർക്കും പറഞ്ഞു കരയാൻ ഒരേ ഒരു കാര്യം മാത്രമാണ്, കൂടെയില്ല അവരിനി എന്ന സത്യത്തിലേക്ക് അവർ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. പക്ഷെ അപ്പോഴും അത് ഉൾക്കൊള്ളാൻ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടുമില്ല. അരുൺ, ഈ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാതാപിതാക്കൾ അവരെത്രത്തോളം അഗാധമായ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ആർക്കും ഈ മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവരില്ല, ഈ 4 പേരും ഈ ലോകത്തില്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ പാടുപെടുകയാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകളും. ഈ 4 കുഞ്ഞുങ്ങളെയും അറിയാവുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഈ അപകട വിവരം അറിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞുങ്ങളുടെ മരണത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുന്നവരും ഈ എല്ലാ മനുഷ്യന്മാരും ഈ ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നവരിലേക്ക് എത്തുകയാണ്. ഈ സഹപാഠികളുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. കാരണം അവർക്ക് പ്രിയപ്പെട്ടവരായ അവരോടൊപ്പം കളിച്ച് രസിച്ച് നടന്ന ആ 4 പേർ ഇനി ഇല്ല എന്നറിയുമ്പോൾ അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകൾ ഈ കുഞ്ഞുങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ആ വേദനയിൽ നിന്ന് ഇനി എന്നവർക്ക് മുക്തരാകാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബങ്ങളുടെ അവസ്ഥയും അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ അവസ്ഥയെന്ന് പറയുമ്പോൾ അവരെത്രത്തോളം ഓമനിച്ച് താലോലിച്ച് വളർത്തിയതാണ് ഈ 4 കുഞ്ഞുങ്ങളെയും. അവർക്ക് ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്തിരുന്ന കുട്ടികളായിരുന്നു ഇവർ. നേരത്തെ പറഞ്ഞ ആയിഷയൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലായാലും നാട്ടിലായാലും സ്കൂളിലായാലും എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിയ 4 വിദ്യാർത്ഥികളാണ്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവും ഒരു സാധാരണ കുടുംബത്തിൽ ഉള്ള മാതാപിതാക്കൾക്ക് എന്ന് നമുക്കറിയാം. മണവാട്ടിയായി പലപ്പോഴും ഒപ്പനകളിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ ഒരിക്കലെങ്കിലും അവർ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു മണവാട്ടിയായി ജീവിതത്തിൽ അവൾ ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കും എന്ന്. അത്തരം സ്വപ്നങ്ങളിലൂടെയൊക്കെയും കടന്നു പോകും ഓരോ മാതാപിതാക്കളും. അങ്ങനെ എത്ര സ്വപ്നങ്ങളാണ് ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത്. ഇതൊക്കെയും ആലോചിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഇത്രയധികം സങ്കടം ഉണ്ടാവുന്നു എങ്കിൽ ഈ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ഇന്നലെ മുതൽ ഈ 4 കുട്ടികളും നമ്മളുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയോ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാരോ ഒക്കെ ആയി മാറിയിട്ടുണ്ട്. അവരുടെ ആ വേദനയിൽ നമ്മളും പങ്കുചേരുകയാണ്, മനസ്സുകൊണ്ട് പങ്കുചേരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരാരോ നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. ഒരു പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർക്കും തോന്നുന്നത് അവരുടെ പ്രിയപ്പെട്ടവരാരോ നഷ്ടപ്പെട്ടു എന്നൊരു വേദന പ്രേക്ഷകർക്കും ഉണ്ടാകും. അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. കാരണം മറ്റുള്ളവൻ്റെ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും പങ്കിടുമ്പോഴും അല്ലെങ്കിൽ അത് തൻ്റെയും കൂടെ വേദനയാണെന്നും സന്തോഷമാണെന്നും തിരിച്ചറിയുമ്പോഴാണ് ഒരു മനുഷ്യനാവുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും ഈ 4 പെൺകുട്ടികളുടെ ജീവൻ പൊലിഞ്ഞത് വേദനയായി തന്നെ ഇപ്പോഴും ഉണ്ട്. ആ വേദനയിൽ നിന്ന് നമ്മൾ എത്രയും വേഗം മുക്തമാകും. കാരണം നമ്മൾ ജീവിതത്തിലെ മറ്റ് പരിപാടികളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത് മറന്നു പോകാം. പക്ഷേ ആ കുടുംബങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ജീവിതകാലം മുഴുവൻ ആ വേദനയുമായിട്ട് അവർക്ക് ജീവിക്കേണ്ടി വരും. നേരത്തെ മോത്തി പറഞ്ഞതുപോലെ ഇപ്പോൾ ആയിഷ മണവാട്ടിയായിട്ട് സ്കൂളിലൊക്കെ ഒപ്പനയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ആ അച്ഛനും അമ്മയും ആ കുടുംബവും ഒക്കെ മകളൊരു മണവാട്ടിയാകുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടാകും. അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടാകും. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ ജീവിതത്തിൽ ഈ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അച്ഛനും അമ്മയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ കാര്യവും അത് അങ്ങനെ തന്നെയല്ലേ. ആ കുഞ്ഞുങ്ങളും ആ 4 കുഞ്ഞുങ്ങളും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിച്ചിട്ടുണ്ടാകും. ഈ അവരുടെ സഹപാഠികളോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ വെക്കേഷൻ എന്തൊക്കെ ആഘോഷ പരിപാടികളാണ് ഞങ്ങൾ പങ്കെടുക്കാൻ പോകുന്നതൊക്കെ സംബന്ധിച്ച് അച്ഛനോടും അമ്മയോടും ഒക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ആദ്യം ഒരു ദിവസം മാത്രമേ ഇവർക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞുള്ളൂ അരുൺ. അതിനുശേഷം ഇനിയും പരീക്ഷകൾ ബാക്കിയുണ്ട്. ഈ ഒപ്പമുള്ള കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ഒരു വിടവുണ്ടല്ലോ. ഇനി മറ്റു പരീക്ഷകളെ എങ്ങനെയായിരിക്കും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക? അധ്യാപകർക്ക് ഇവരില്ലാത്ത ക്ലാസ് മുറികളിൽ എങ്ങനെയാണ് ചെന്ന് കയറാനാവുക? അങ്ങനെ വിവിധ മനുഷ്യർക്ക് പലതരത്തിലുള്ള വേദനകളും വിടവും സമ്മാനിച്ചുകൊണ്ടുള്ള ഒരു വേർപിരിയലാണ് നമ്മൾ കാണുന്നത്. ഓരോരുത്തർക്കും അവരുടെ വേണ്ടപ്പെട്ട മനുഷ്യരെ നഷ്ടപ്പെട്ടത്. ഒരു കളർകോട് ദുരന്തത്തിന്റെ ദുഃഖത്തിൽ നിന്ന് നമ്മൾ ആരും ഇനിയും മോചിതരായിട്ടില്ല. ആ ഘട്ടത്തിലാണ് വീണ്ടും ഒരു ദുരന്തം മലയാളികളെ തേടിയെത്തുന്നത്. ഓരോ ദുരന്തങ്ങളും അവനവന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒന്നായി ഏറ്റെടുത്തുകൊണ്ടാണ് മലയാളികൾ ഇതൊക്കെയും ദുഃഖത്തോടെ കണ്ടു നിൽക്കുന്നത്. ആ മനുഷ്യർക്ക് വല്ലാത്തൊരാഘാതം കൂടിയായി ഈ ദുരന്തവും. 4 പേരാണ് ഒരു നാടിനെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് വിട പറയുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ പള്ളിപ്പറമ്പിൽ ഖബറിടത്തിലേക്ക് ഈ 4 പേരെയും കൊണ്ടുപോകാൻ.
പടച്ച തമ്പുരാനെ ഇവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ എന്ന പ്രാർത്ഥനകളാണ് നമ്മുടെയൊക്കെ കമന്റ് ബോക്സിലാകെ നിറയുന്നത്. അവിടെ കൂടി നിൽക്കുന്നവർക്കും അങ്ങനെ പ്രാർത്ഥനകൾ നൽകാൻ മാത്രം കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ ആകെ നിസ്സഹായരാക്കിക്കൊണ്ട് ഈ 4 പെൺമക്കളും വിട പറയുകയാണ്.